ഇതുപോലെ 2 മുട്ടത്തോട് വെച്ചിട്ട് ഒരു കാക്ടസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുട്ടത്തോട് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബേസ് ഇവിടെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാനിവിടെ തീർന്ന ടേപ്പിൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡും എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഈ ടേപ്പിൻ്റെ റോള് വെച്ചിട്ട് ഞാൻ ഇതിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സർക്കിൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് ഇറക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഈ ഒരു വലിയ പീസും കൂടി ഇറക്കി വെച്ചിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിന് പെയിൻറ് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചെടുത്തിട്ട് ഞാനത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ ഗ്യാപ്പിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മുട്ടത്തോടിന് പെയിൻറ് അടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ പെയിൻ്റ് ആണ്. ഈ പെയിൻറ്റിലേക്ക് നമ്മളൊരു തുള്ളി ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നമുക്ക് കിട്ടുക. ഈ കളർ നേരെ നമ്മൾ ഈ മുട്ടത്തോടിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതും ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ മുട്ടത്തോടെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പെയിൻ്റ് അടിക്കാൻ എടുത്തിട്ടുള്ള ആ സ്റ്റിക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന്ന് ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബേസിൻ്റെ മുകളിലേക്ക് സെൻറ്ററിലായിട്ട് ഞാൻ കുത്തി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ആ 2 മുട്ടത്തോടും ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഈ വലിയ മുട്ടത്തോട് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മുട്ടത്തോട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെരിച്ചിട്ടാണ് ഇതിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു സൂപ്പർ ക്ലേ വെച്ചിട്ട് ഞാൻ ചെറിയൊരു പൂവും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള കാക്ടസ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.